ഊണ് കിടുക്കും തോന്നല്ലോ. നമുക്ക് സാധാരണ ഒരു നാടൻ ഊണ് അതാണ് നമ്മുടെ, അല്ലാണ്ട് വലിയ ഹൈപ്പ് പറയുന്നില്ല. സൗബിൻ വന്നായിരുന്നു ഒരു ദിവസം ടിനിട്ടോപ്പും വന്നു. ശരിക്കും ഞാനൊരു കർഷകയാണ്. അപ്പം എനിക്ക് വീട്ടില് ഫാമുണ്ട്. അപ്പം പച്ചക്കറികളുണ്ട്, പിന്നെ ആട്, കോഴി, താറാവ്, മീൻ കൃഷി, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഫാമുമായിട്ടൊക്കെ അങ്ങനെ വീട്ടുകാര്യങ്ങളും നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ്. എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഇത്ര പാചകം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ടുകൂടാന്നിങ്ങനെ ആഗ്രഹം തോന്നി. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ് കേട്ടോ. മൂവാറ്റുപുഴയിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് കടുംപിടി കടത്തുകടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല കിടുക്കാച്ചിയ ഒരു ഉച്ചയൂണാണ്. ചേമ്പും താളും. ഒരു ചേച്ചി മുന്നോട്ട് നയിക്കുന്ന ഉച്ചയൂണാണ്. സിനിമാ താരങ്ങളുടെയൊക്കെ ഇഷ്ട സ്പോട്ടാണ് കേട്ടോ. സൗബിൻ സായർ, ടിനി ടോമൊക്കെ ഇടയ്ക്ക് വന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഊണ് കഴിക്കാറുണ്ട്. ഒരുപാട് കുക്കിംഗ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത ഒരു ചേച്ചിയാണ്. കടയുടെ പേര് ചേമ്പും താളും എന്നാണ്. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണും സ്പെഷ്യൽ ഐറ്റംസും ഒക്കെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം, അകത്തേക്ക് കയറാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പം കടത്തുകടവ് കടുംപിടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ചേമ്പും ഉണ്ട്, താളും ഉണ്ടല്ലേ. എത്ര നാളായി തുടങ്ങിയിട്ട് ഈ പരിപാടി? 8 മാസമായി ഇപ്പൊ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ മൂവ്മെന്റ് ഒക്കെ? എങ്ങനെയുണ്ട്? ആദ്യത്തെ പോലെയല്ല, ഇപ്പൊ നന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ സിനിമാ താരങ്ങളുടെയൊക്കെ ഇഷ്ട സ്പോട്ടാണെന്ന് അറിഞ്ഞല്ലോ. ഊണ് കഴിക്കാൻ ഇവിടെ ഒരുപാട് പേര് വന്നു എന്ന് അറിഞ്ഞല്ലോ. ആരൊക്കെ വന്നു? സൗബിൻ വന്നായിരുന്നു ഒരു ദിവസം ടിനിട്ടോപ്പും വന്നായിരുന്നു അല്ലേ. ഞാനിവിടെ കുറെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പൊ ചേച്ചി ശരിക്കും ഈ ഒരു ഷോപ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ചേമ്പും താളും. അത് ശരിക്കും ഞാനൊരു കർഷകയാണ്. അപ്പം എനിക്ക് വീട്ടില് ഫാമുണ്ട്. അപ്പം പച്ചക്കറികളുണ്ട്, പിന്നെ ആട്, കോഴി, താറാവ്, മീൻ കൃഷി, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഫാമുമായിട്ടൊക്കെ അങ്ങനെ വീട്ടുകാര്യങ്ങളും നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് കുക്കിംഗ് ഭയങ്കര പാഷനാണ്. അപ്പം ഒരിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ഫ്രീ ആയപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഇത്ര പാചകം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ടുകൂടാന്നിങ്ങനെ ആഗ്രഹം തോന്നി. അങ്ങനെ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ കുക്കിംഗ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തു. കുക്കിംഗ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഷെഫ് പിള്ളയുടെ കൂടെയൊക്കെ ഒരു കൈരളി ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് ഹയാത്തിന്റെ കൂടെ ഫുഡ് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഊണ് കിടുക്കും തോന്നല്ലോ. നമുക്ക് സാധാരണ ഒരു നാടൻ ഊണ് അതാണ് നമ്മുടെ, അല്ലാണ്ട് വലിയ ഹൈപ്പ് പറയുന്നില്ല. സാധാ ഒരു നാടൻ ഊണ്. ഞങ്ങളുടെ നാട്ടുകാരി കൂടിയാണ്, ആലപ്പുഴക്കാരിയാണ്. അപ്പൊ മീൻകറിയൊക്കെ നല്ലോണം വെക്കും തോന്നല്ലേ? മീൻകറി ഇവിടെ കൂടുതലും ഇവിടെ ആൾക്കാർക്ക് ഫിഷ് ഫ്രൈയിനോടാണ് താല്പര്യം. പിന്നെ ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, കക്കയുണ്ട്. നമ്മുടെ ഫാമിലെ മീനുകളും ഇവിടെ എടുക്കാറുണ്ട്. അതെ, ഫാമില് നമുക്ക് ഉള്ളത് സിലോപ്പിയാണ്. അപ്പൊ നമ്മൾ സിലോപ്പി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഊണ് മാത്രമേ ഉള്ളൂ നമുക്ക് ഊണ് മാത്രമേ ഉള്ളൂ. 11:30 തൊട്ട് 3:30 വരെ. 11:30 തൊട്ട് 3:30 വരെ ഉണ്ടല്ലേ? കൂടെ ആൾക്കാരുണ്ടോ സഹായത്തിന്? 3 സ്ത്രീകളാണ് നമ്മൾ. 3 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 3 പേര്. അതെ. ഓക്കെ. അത് അവരാണ് നമ്മുടെ നട്ടല്ലെന്ന് പറയണത്. ആണല്ലേ? അതെ. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? ഇന്ന് നമുക്ക് കൊഴുവ പീരയുണ്ട്, ചെമ്പല്ലിയുണ്ട്, അയലയുണ്ട്, പിന്നെ കൂന്തൽ, ചെമ്മീൻ, പിന്നെ കക്ക ഫ്രൈ. ഓരോ ദിവസവും സ്പെഷ്യലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മീൻ രാവിലെ മീൻ വരുന്ന അവൈലബിൾ അനുസരിച്ചിട്ടാണ്. പിന്നെ സിലോപ്പിയുണ്ട്. പിന്നെ നമുക്കിവിടെ പായസം ഉണ്ട്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു പായസത്തെ കുറിച്ച്. പായസം ഏതൊക്കെയാ ഉള്ളത്? പായസം നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോ മാമ്പഴ പായസമാണ്. ഓരോ ദിവസവും പായസം മാറും. അതിപ്പോ ദിവസങ്ങൾ നമുക്ക് രാവിലത്തെ ഇതനുസരിച്ചിട്ട്. അപ്പൊ സനി വന്നുകൊണ്ട് ഇന്ന് മാമ്പഴ പായസം അല്ലേ? ഇന്ന് മാമ്പഴ പായസം. ഓക്കെ, സന്തോഷം. നമ്മുടെ കറക്റ്റ് സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞോ. ഇത് മൂവാറ്റുപുഴ വണ്ണപ്പുറം റൂട്ട്. ഇപ്പൊ മൂന്നാർ പോകാനായിട്ട് ഗൂഗിൾ കാണിക്കുന്നത് ഈ വഴിയാണ്. ഇത് ശരിക്കും കടത്തുകടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കടത്തുകടവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ചേമ്പും താളും എന്ന് പറഞ്ഞ കടയുള്ളത്. ഒരു 3:30 വരെ ഊണ് കൊടുക്കും അല്ലേ? ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത ചേച്ചിയാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കൈപ്പുണ്യം ഉണ്ടാകും. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം. ഇവിടെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് കിട്ടും. അത് സനിയുടെ ഉറപ്പാണ് കേട്ടോ. ചേച്ചി ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേറ്റിനകത്ത് ഇരിക്കുന്നതെന്ന് പറയുമ്പം പപ്പടം, അച്ചാറ്, അവിയൽ, അമ്മച്ചി കൊണ്ടുവരുന്നെന്തോ ചെമ്പല്ലി അല്ലേ, തിലോപ്യ, സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, മീൻചാറുണ്ട്. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ ഒരു സാമ്പാർ പ്രിയനാണല്ലോ, അതുകൊണ്ട് സാമ്പാർ ഓക്കെ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാവേ. ഒരു മീൻ ഞാൻ താഴെ കളഞ്ഞിപ്പോൾ അബദ്ധം പറ്റി താഴെ പോയാ കേട്ടോ. ഇങ്ങനെ പിടിച്ചതാ, താഴെ പോയി. ആ തിലോപ്പിയ ആയിരുന്നേ. ഇത് ചെമ്പല്ലി. നല്ല അടിപൊളി സാമ്പാറും ചോറും. തൊട്ടടുത്ത് പയർ കറി ഇരിപ്പുണ്ട്. പയറിൻ്റെ
ഇതിരിപ്പുണ്ട്. അതുപോലെ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ള അവിയലുണ്ട്. പപ്പടം പൊട്ടിച്ചിട്ടില്ലേ? പപ്പടം പൊട്ടിക്കാം. അപ്പം ഞാൻ മൂവാറ്റുപുഴയിലേക്ക് വരുമ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്. ചേച്ചി ഒറ്റയ്ക്കാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും കുറച്ച് പേർക്കും കൂടെ ജോലിയൊക്കെ, കുറച്ച് അമ്മമാർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു കടമുറിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൃഷിയുണ്ട്. ആ കൃഷിയിൽ വീട്ടിൽ വളർത്തുന്ന മീൻ ഒക്കെ ഇവിടെ യൂസ് ചെയ്യും. അതായത് നമ്മുടെ തിലോപ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ വളർത്തുന്ന തിലോപ്പിയാണ് ഇവിടെ ഫ്രൈയും കാര്യങ്ങൾക്കും വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ് കേട്ടോ. ഇച്ചിരി ടേസ്റ്റിയായേ. ആഹാ, നല്ല മസാല, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേ വരുന്ന അടുത്ത ചേച്ചി. ചേച്ചിയുടെ പേരെന്തോ? ഞാനിപ്പോഴാണ് കണ്ട കേട്ടോ, ശശികല ചേച്ചി. ശശികല ചേച്ചി കൊണ്ടുവന്ന് എന്താ അറിയോ? ഇത് തിലോപ്പിയാണേ, നമ്മുടെ ഫാമിലെ സ്വന്തം ഓൺ തിലോപ്പിയാണ്. അടുത്ത കൊണ്ടുവരുന്നു. അടുത്ത അമ്മ എന്തോ കൊണ്ടുവരുന്നേ? കൊഴുവാപ്പീര. ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നോട്. എല്ലാ സാധനവും എനിക്ക് കൊണ്ട് തന്നെ കേട്ടോ. ഒരമ്മ ഇപ്പം കൊഴുവാപ്പീര കൊണ്ട് തന്ന്, അതുപോലെ തന്നെ തിലോപ്പി കൊണ്ട് തന്ന്, ചെമ്പല് കൊണ്ട് തന്ന്. എനിക്ക് വയ്യ. മൂവാറ്റുപുഴക്കാരുടെ സ്നേഹമാണ് കേട്ടോ. സന്തോഷം. അപ്പം ചേച്ചിയുടെ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞൊരു സംരംഭമാണ്. എന്നാൽ ഈ സംരംഭം ഇനി നാളെ വലിയ സംരംഭമായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഉച്ചക്കലത്തെ ഊണാണ് സ്പെഷ്യൽ. ഊണിന് കുറേയധികം കാര്യങ്ങളുണ്ട്. ചെമ്പല്ലിയും തിലോപ്പിയും ഒക്കെ ആയിട്ട്. ഇതൊക്കെ നമ്മുടെ സ്വന്തം കൃഷിയുള്ള കർഷക കൂടിയാണ്. തൊട്ട് ബാക്കിലായിട്ട് കുറേ ചിത്രങ്ങളൊക്കെ കാണാം. കുറേ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കുക്കിംഗ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് അടിച്ചിട്ടുള്ള ആൾ കൂടിയാണ് കേട്ടോ. മീൻ പീരയാണ് കേട്ടോ. മീനിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് മീനും ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ. കക്കാർച്ചിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ട് കക്കാർച്ചി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക, പായസം ഉണ്ടേ. പലതരത്തിലുള്ള പായസം ഉണ്ട്. ഏതൊക്കെ പായസം ചേച്ചി? പാലട, പൈനാപ്പിള്, ചക്കപ്പായസം ഉണ്ട്. അങ്ങനെ പലതരം പായസങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ചേച്ചി വീണ്ടും പായസം. എന്നെ സ്നേഹിച്ച് കൊല്ലുക. എന്തേത് പായസമാണ്? മാമ്പഴ പായസം. ഇന്നത്തെ സ്പെഷ്യൽ മാമ്പഴ പായസം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു. കുറച്ച് മാമ്പഴ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. മാമ്പഴ പായസം ആദ്യമായിട്ട് കഴിക്കുക. ഞാൻ മുമ്പൊന്നും കഴിച്ചിട്ടില്ല മാമ്പഴ പായസം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴും ചേച്ചിയുടെ സംരംഭം മറന്നുകൊണ്ടാ. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഈ ലൊക്കാലിറ്റിയിലുണ്ട്. അപ്പം ഞാൻ മൂവാറ്റുപുഴ വന്നൊന്ന് കറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ കച്ചവടമൊക്കെ ഒന്ന് ഉഷാറായി കൊടുക്ക്. അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടെ ആൾ നിറഞ്ഞു നിൽക്കണം. അതാണ് എൻ്റെ സന്തോഷം. മറ്റൊരാഴ്ചയുടെ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.